ഇത് കാണണം ഇവിടെ തന്നെ പറഞ്ഞു. എവിടെ ടൈം ലാപ്സ് ഓണാക്കി വെച്ചിട്ടുണ്ട്. കാസിം ബായിക്കും സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കാസിം ബായ് ടെൻറ്റ് സെയിലായിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഇന്നലെ വരെയൊക്കെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇതുണ്ടോ സൺറൈസ് ടൈമാണ്. -13 -14 എന്തോ ആ തണുപ്പ്. ഇന്നലെ ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ചങ്കിനകത്ത് ഗ്യാസ് കെട്ടി നിന്നിട്ട് എനിക്ക് മര്യാദയ്ക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ എന്നാ എൻ്റെ കയ്യിൽ ഓക്സിജൻ ക്യാൻ ഉണ്ടായിരുന്നു. ഞാൻ അത് വെച്ച് കുറച്ച് ഓക്സിജൻ എടുത്ത്. പക്ഷെ എന്നിട്ടും സംതിങ് എന്താ പറയുക, ഭയങ്കര ഇപ്പോഴും ചെറിയ പ്രശ്നമുണ്ട്. പുള്ളി ലോക്കലാണ്. പുള്ളി ഒറ്റ ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ എത്തി. ഇന്നലെ ജിനൂട്ടാടെ നിന്ന് പുള്ളി ട്രക്കിൽ തുടങ്ങി ഇന്നലെ ഇവിടെ എത്തി. ഓ ബ്രോ, സൺ ഈസ് കമ്മിങ്. സൂര്യൻ വരുന്നുണ്ട് കേട്ടാ. ഇത് ഓറഞ്ച് കളറായി തുടങ്ങിയിട്ടുണ്ട്. നോക്ക്, ഇവിടെ ഒന്നും സൂര്യനില്ല. ചുറ്റിനും നോക്ക്, ഇവിടെ സൂര്യനില്ല. -13. എവിടെ ടൈം ലാപ്സ് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു പെയിൻ കാരണം ഓക്സിജൻ എടുക്കാൻ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് കാണണം ഇവിടെ തന്നെ പറഞ്ഞു. എൻ്റെ അങ്ങ് അതിൻ്റെ അറ്റത്തെത്തി കേട്ടോ. ഞാൻ നടന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ആ കില്ലർ മൗണ്ടൻ്റെ ഫ്രണ്ടിലാണ്. അന്നപൂർണ, നമസ്തേ അന്നപൂർണ. ഇത് മാത്രമല്ല, കുറേ ഹിമാലയൻ മൗണ്ടൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് മാച്ചിപ്പിച്ചേരി കാണാം, ഗംഗാപൂർണ. ഇതൊരു കുഴിയാണ്. അങ്ങ് അവിടെ ഒരു തടാകം കാണാം, അത് ഫ്രീസാ. അയ്യോ, കൈയൊക്കെ ഫ്രീസ്. ഗ്ലൗസ് ഒന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് നിൽക്കുന്നതുകൊണ്ട് വലുതായിട്ടൊന്നും അറിയുന്നില്ല. ഇനിയിപ്പോൾ ആ റൂമിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ എല്ലാം അറിയാൻ പറ്റും. പോയി നമ്മുടെ കയ്യിൽ ഗ്യാസ് ഉണ്ട്, അതൊന്ന് കത്തിച്ച് എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. ഞാൻ ഒരു സാധനം എടുത്തരാം. നോക്ക്, ഇതുപോലെ ഹെലികോപ്റ്ററിൽ വന്നിട്ട് എന്നെ കാണണമെങ്കിൽ കാണാം കേട്ടോ. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഫീൽ കിട്ടത്തില്ല. ഇതേപോലെ പറഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര ശ്വാസം മുട്ടി വലിച്ച് ഇത്രയും വെയിറ്റ് എടുത്ത് വലിഞ്ഞ് കയറി 6 to 7 ദിവസം നടന്നു കുത്തി ഇവിടം വരെ വന്ന് ആ കാണുന്ന ബോർഡിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ കിട്ടുന്നൊരു അതായത് എനിക്ക് ഇന്നലെ ഈ ഗ്യാസ് ഇവിടെ ചങ്കത്തിങ്ങനെ വിലങ്ങിയിട്ട് ഞാൻ ഏകദേശം അവിടം വരെ വന്നിട്ട് എനിക്ക് ഇത്രയും കൂടെ ഉള്ളൂ. ആ ഒരു കല്ലിൻ്റെ അവിടെ എത്തി ഞാൻ ഈ ബോർഡ് കണ്ട്. അവിടുന്ന് ഞാൻ ഓടാൻ തുടങ്ങിയത് ഇവിടം വരെ. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ ആ ഒരു മേലാഴിയെല്ലാം പെട്ടെന്ന് മാറി. ഇപ്പം നിൽക്കുന്നത് ഒരു മഞ്ഞുമലയുടെ സൈഡിലാണ്. ഇവിടെ ഇപ്പോഴും -12 കണ്ട. കൈയൊക്കെ പോയി. കഴിക്കാനും പറ്റുന്നില്ല മര്യാദയെ.
फाइनली अपना ये ब्रेकफास्ट आ चुका है जिसमें अपने भटूरे जैसा है और ये आमलेट है और इधर ये आलू की सब्जी है कुछ ऐसा है और ये अपनी ब्रेकफास्ट चाय है। चलो इसको एंजॉय कर। പഴയ ബോർഡ് കളഞ്ഞിട്ടില്ല കേട്ടാ, അവിടെ ഒരു ബോർഡുണ്ട്, അവിടെ കല്ലിൻ്റെ സൈഡിൽ കാണാൻ പറ്റും. ऐसा व्यू है बाहर का। അവിടെ ഇന്നലത്തെ ആ ഒരു ബോർഡ് നമ്മുടെ ഈ കഴിഞ്ഞ അടുത്തെങ്ങോണ്ട് വെച്ചതാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കൈ ചൂടാക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ സാധനം എടുത്തുകൊണ്ട് പോകുന്നേ. ഗൈസ് ഇത്രയും പെട്ടെന്ന് പാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് പോകാനുള്ള പരിപാടിയാണ്. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, നല്ല തണുപ്പാണ്. മിനിമം ഒരു 2-3 വില്ലേജ് എങ്ങനെയും കവർ ചെയ്യണം. എങ്ങനെയും ജിനുട്ടാടെ എത്തണം, അവിടുന്ന് വണ്ടി പിടിക്കണം. ഗാന്ധർക്ക് വില്ലേജ് ഒന്നുകൂടെ പോകണം, കുറച്ച് ലഗേജ് അവിടെ ഇരിക്കും, അതെടുക്കണം. പിന്നെ ഡെവർലിയിൽ അവിടെയും കുറച്ച് ലഗേജ് ഉണ്ട്, അതും എടുക്കണം. ബൈ ബൈ ബൈ. ഇവിടെ വേസ്റ്റ് ക്യാമ്പിലെ പരിപാടിയെല്ലാം തീർന്നു, പോയിക്കോണ്. ബൈ. ഗൈസ് നമ്മുടെ ടെൻറ്റ് കൊടുത്തു ഗൈസ്. ഈ മച്ചാനാണ് കൊടുത്തത്. എനിക്ക് ഈ വെയിറ്റും കൊണ്ട് പോകാനായിട്ട് നേപ്പാളിൽ വന്നൊരു സെയിൽ നടത്തി കേട്ടോ. പാവം മച്ചാന്മാര്. ആ പൂര നമ്മളിവിടെ 5000 നേപ്പാളിക്ക് കൊടുത്തു കേട്ടോ ടെൻറ്റ്. ഏകദേശം ഇന്ത്യൻ മണി 3100 രൂപ. ഡെക്കാത്ലോണിൻ്റെ റേറ്റ് 20% ടെൻറ്റിന് 2500 ഉള്ളു കേട്ടോ. എനിക്ക് വെയിറ്റ് പൊക്കൊണ്ട് വരാൻ പറ്റുന്നിട്ട് ഞാൻ കൊടുത്തതാണ് ഇപ്പോൾ ഇവിടെ. ഓ കുഴപ്പമില്ല, നമുക്ക് വേറെ മേടിക്കാം. 500 രൂപ ലാഭം പോരെ. അണ്ണത്തെ പുറത്തേക്ക് നല്ല സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പുറത്തെല്ലാം സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പം എന്തേ നടന്ന് ആദ്യം വായിച്ചിരിക്കുന്നു. എന്തായാലും ടെൻറ്റിൻ്റെ വെയിറ്റ് നല്ല വെയിറ്റായിരുന്നു. ടെൻറ്റ് ഏതായാലും കൊടുത്ത് ഇത്ര സാധനങ്ങൾ കുത്തി വായനകത്ത് കയറ്റാനുണ്ട്, അതല്ലേ. ഈ ടെൻറ്റ് ഇവിടെ ഡെക്കാത്ലോണിൽ നിന്ന് 2500 കൊടുത്ത് മേടിച്ചാൽ മതി. ഏത് പൈസ കയ്യിലുണ്ട്, ഇനി എന്ത് പേടിക്കാൻ. കാസിം ബായിക്കും സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കാസിം ബായ് ടെൻറ്റ് സെയിലായിട്ടുണ്ട്. 5000 രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ടെൻറ്റ്. 10,000 രൂപ. डेकाथलॉन सब कुछ सामान अंदर है ना. हाँ सब कंप्लीट है. പരിപാടി നടത്തി. ഇനി വെയിറ്റ് ടെൻറ്റിനാണ് കേട്ടോ നല്ല വെയിറ്റ്. അത് ഈ പുറത്തുനിന്ന് എടുത്ത് ബാഗിൽ നിന്ന് ഒരു കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യും. ഇനിയിപ്പോൾ എന്തായാലും കാഠ്മണ്ഡു പോകണമെന്നുണ്ട്. പോയിട്ട് നിർത്തിയിട്ട് നോക്കണം താഴെ ചെന്നിട്ടുള്ള അവസ്ഥ എന്താ നോക്കിയിട്ട് ബാക്കി. ഇപ്പം ഞങ്ങളിത് 1.5 മണിക്കൂർ കൊണ്ട് ഇറങ്ങിയത് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഡെവർലി അപ്പർ എത്തിയിട്ടുണ്ട്. സിനിമ പിടിക്കാനാണ് പ്ലാൻ, പക്ഷേ ടൈം കുറച്ച് പോയി. ഇപ്പോൾ ഇവിടെ ഈ സെയിലും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് സമയം പോയി. ഗൈസ് ടെൻറ്റ് കൊടുത്തപ്പം ഒരു ചായയും ഫ്രീ കിട്ടിയേട്ടാ. തിരിച്ചു വെക്കൊണ്ടിരിക്കുക. ഇതെന്താ, ഇതിപ്പം ഒരു 1.5 കിലോമീറ്റർ ആയെന്ന് തോന്നുന്നു. മൊത്തവും സ്റ്റെപ്പാണ്, താഴേക്ക് ഫുൾ സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പാണ് ഇന്നലെ ഇതുവഴി എന്നും കടന്നും വലിഞ്ഞും എല്ലാം കയറിയത്. ശ്വാസം പോലും മര്യാദ എടുക്കാൻ പറ്റുന്നില്ല. കുറച്ച് കണക്കും കുറച്ചിരിക്കും, അങ്ങനെ ഇതെല്ലാം വലിഞ്ഞു കയറിയത്. ഇപ്പം ഒരു 20-25 മിനിറ്റ് കൊണ്ട് ഇതിപ്പം നടന്ന് ഇവിടം വരെ എത്തി.
ഇനി താഴേക്ക് പോകണം. അടുത്ത ഹിമാലയ കവർ ചെയ്ത് അതിൻ്റെ അപ്പുറത്തെ വില്ലേജ് എത്തണം ഇന്ന് ഒറ്റ ദിവസം കൊണ്ട്. ഇരുട്ടായിട്ടുണ്ട് ഇവിടെ. എന്നിട്ടും 6:45 6:50 എങ്ങോണ്ടായി. ഇപ്പോഴും എത്തിയിട്ടില്ല എത്തേണ്ട സ്ഥലത്ത്. നാട്ടിലെ സമയത്തേക്കാളും 15 മിനിറ്റ് കൂടുതലെന്തോ ഇവിടെ. 3-4 ദിവസം കൊണ്ട് കയറി തൊറ്റയടിക്കതേ സിനിമ എത്താറായി. പക്ഷേ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന റിസ്ക് ആട്ടോ ഈ നൈറ്റ്. ഈ ഫോറസ്റ്റിനകത്തൂടെ ഫുള്ള് കാടാ, അതും കല്ലാണ് മൊത്തം. തെന്നിപ്പോകാതെ കണ്ണും കാണണം. അതല്ലേ നമ്മൾ ടോർച്ചുണ്ട്, കുറച്ചുകൂടെ ഒട്ടും കാണത്തില്ലെങ്കിൽ ടോർച്ച് എടുക്കും.